ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെന്റെ ഫസ്റ്റ് ഫേസ് ടു ക്യാമറ വീഡിയോ ആണ്. ഞാൻ ഇതിനു മുമ്പ് വോയിസ് ഓവറാ കൊടുത്തിരുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തബ്നയില് കണ്ടതുപോലെ തന്നെ എന്റെ വർക്ക് എന്താണ്, ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന്. ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ വിചാരിച്ചതാണ്. കാരണം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് കോഴ്സ് എടുത്തത്. എന്റെ ഫ്രണ്ട്സ് തന്നെയാണ്, വേറെ ആരുമില്ല. പുറത്തുനിന്ന് അങ്ങനെ ആരും ചോദിച്ചിട്ടൊന്നുമില്ല. എന്റെ ഫ്രണ്ട് സർക്കിളിൽ നിൽക്കുന്ന കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെയാ വർക്ക് ചെയ്യുന്നത്, ഞാൻ എന്താ പഠിച്ചത്, ഇപ്പൊ എവിടെയാ ജോബ്, പെട്ടെന്ന് ജോലി കിട്ടിയോ, എങ്ങനെയാ കിട്ടിയതെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കരുതി ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം, അത് ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതി. സോ ഞാൻ പഠിച്ചത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഞാൻ ഡിഗ്രി അതായത് ഡിഗ്രീന്റെ മൊത്തത്തിൽ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് എന്റെ ലാബ് എക്സാം ഒക്കെ കുറച്ചു ലേറ്റ് ആയിട്ടാണ് നടത്തിയത്. അപ്പം ഡിഗ്രി ലാബ് എക്സാം നടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജോയിൻ ചെയ്തിരുന്നു. കാരണം ഡിഗ്രി കഴിഞ്ഞ് വീട്ടിൽ നിൽക്കണ്ട, അതിന് മുമ്പ് ഒരു കോഴ്സ് ഏതാണ് പഠിക്കാൻ പോകുന്നതെന്ന് തീരുമാനിക്കാൻ വീട്ടുകാർ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് തീരുന്നതിന് മുമ്പേ ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ എന്റെ മുമ്പിൽ എനിക്ക് 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അസിസ്റ്റന്റ് നഴ്സിംഗ്, 2 ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഏതാ നല്ലത്, ഏതാ ബെറ്റർ എന്ന് നോക്കിയപ്പോ എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കുറച്ചും കൂടെ ഇതായിട്ട് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചൂസ് ചെയ്തത്. ഞാൻ ഈ കോഴ്സ് പഠിച്ചത് ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഞാൻ ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതിന് മുമ്പേ തന്നെ ഞാൻ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെ കുറെ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തത്. കാരണം ഫീസ് എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയത് ഇവിടെയാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. അങ്ങനെ 6 മന്ത് കോഴ്സ് ആയിരുന്നു ഞാൻ എടുത്തത്. 1 ഇയർ കോഴ്സ് ഉണ്ട്. ആദ്യം ഈ കോഴ്സ് 3 മന്ത് ആയിരുന്നു, പിന്നെ അത് 6 മന്ത് ആക്കി. ഇപ്പൊ ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 ഇയർ ആണ്. അപ്പൊ ഞാൻ 6 മന്ത് കോഴ്സിലാണ് ജോയിൻ ചെയ്തത്. ഞാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന ടൈം ആയിരുന്നു ആ കോഴ്സ് ഇപ്പൊ 1 ഇയറിലോട്ട് ആക്കിയത്. കാരണം 1 ഇയർ കോഴ്സിന് ഇപ്പം കൂടുതലും കുറച്ചും കൂടെ പ്രയോറിറ്റി 1 ഇയർ കോഴ്സിനാണ്. അതുകൊണ്ടാണ് ഇപ്പൊ 1 ഇയർ കോഴ്സ് ആക്കിയത്. പക്ഷെ എന്നോട് ചോദിച്ചു 1 ഇയർ ആക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല, ഞാൻ 6 മന്ത് കോഴ്സ് തന്നെ എടുത്തോളാം, അതിനെ കംപ്ലീറ്റ് ആക്കിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് 5 മന്ത് കോഴ്സും 1 മന്ത് ഇന്റേൺഷിപ്പും ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾക്ക് 6 മന്ത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഞങ്ങളുടെ 5 മന്ത് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 1 മന്ത് ഇന്റേൺഷിപ്പ് തന്നത് ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റൽ ശാസ്തമംഗൽ. അവിടെയാണ് ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് അറേഞ്ച് ചെയ്ത് തന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്തു. പക്ഷേ അവിടെയായിരുന്നു സത്യം പറഞ്ഞ ഒരു ട്വിസ്റ്റ്. ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് പോയതുകൊണ്ട് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പിന് പോയപ്പോൾ ഞങ്ങൾ കരുതി നോക്കിയ അതുമായിട്ട് അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരികയെന്ന്. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിരുന്നു. ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മുമ്പ് പ്രിസ്ക്രിപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുണ്ടിലാണ് ഡോക്ടർ എഴുതി തരുന്നത്. പക്ഷെ ഇപ്പൊ നേരെ സിസ്റ്റത്തിലോട്ടാക്കി. അപ്പോൾ ഡോക്ടറിന്റെ അടുത്ത് നമ്മള് റൂമിൽ ഡോക്ടർ ഉണ്ടാവും, സ്റ്റാഫ് ഉണ്ടാവും, പിന്നെ എന്നെ പോലെ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്യുന്ന ഒരാളുണ്ടാവും. അപ്പൊ അതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര പാടായിട്ടാ തോന്നിയത്. കാരണം ഞങ്ങൾക്ക് മെഡിക്കൽ ടൈംസ് എന്ന് പറഞ്ഞൂടാ, എങ്ങനെയാ ഇത് അടിക്കുന്നതെന്ന് പറഞ്ഞൂടാ. കാരണം ഡോക്ടർമാര് ഭയങ്കര സ്പീഡിൽ പറഞ്ഞു പോകും. അപ്പൊ പെട്ടെന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാൻ, ഞാൻ ഇതുവരെ കമ്പ്യൂട്ടറായിട്ട് ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല, എന്ന് പറഞ്ഞാൽ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടാ തോന്നിയത്. ഞാൻ എങ്ങനെ പഠിച്ചെടുക്കും. എന്റെ കൂടെ 3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ 3 പേരും ഞാൻ അവരോട് പറഞ്ഞു ഞാൻ 1 മന്ത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങും, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാനാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. ബാക്കി അവർ 2 പേരും ഇറങ്ങി, അവര് വേറെ പഠിക്കാൻ വേണ്ടിട്ട് പോയി. ഞാൻ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ഞാൻ കേറിയപ്പോ ഞാനാണ് ആദ്യം ഇറങ്ങുമെന്ന് പറഞ്ഞത്, പക്ഷെ ഞാനാണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത്. അത് എന്തെന്നറിയില്ല. കാരണം എനിക്ക് ആ ജോബ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആദ്യമൊന്നും അറിയില്ല ഇതെങ്ങനെ ചെയ്യണം. ഭയങ്കര ഡോക്ടർമാരാണെങ്കിൽ ഓരോ പേഷ്യൻസ് വരുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയും. ഞാൻ പറഞ്ഞില്ലേ, ഇതിനു മുമ്പ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല, കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയിട്ടില്ല, കമ്പ്യൂട്ടർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കൊണ്ടുപോയി ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുക, അതും മെഡിക്കൽ ടേംസ് പഠിക്കുക, കുറെ മെഡിസിൻസിന്റെ പേര് പഠിക്കുക, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ഞാൻ ഒരു 1 മന്ത് കഴിഞ്ഞ് എങ്ങനെയാലും ഇറങ്ങാൻ നോക്കുമെന്ന് കരുതി. സത്യം പറഞ്ഞാൽ നമ്മള് പഠിക്കുന്ന ബേസിലുള്ള ജോലി ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. എന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയാ സംഭവിച്ചത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു. ഞാൻ കരുതി
അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ ഞാൻ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ സ്റ്റിൽ വർക്കിങ്ങിലാണ്. ഞാൻ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഓഫാണ്. പിന്നെ സാലറിന്റെ കാര്യം, എനിക്ക് കഴിഞ്ഞ മന്ത് മുതലാണ് സാലറി കിട്ടി തുടങ്ങിയത്. ഞാനിപ്പോ വർക്ക് ചെയ്തിട്ട് ഈ ജനുവരി ആകുമ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 5 മന്തായി. അപ്പോൾ ഡിസംബറിലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സാലറി കിട്ടിയത്. ഈ മാസം കിട്ടുമെന്ന് എനിക്ക് അറിയാൻ മേല. കാരണം ഞാൻ അവിടെ സ്ഥിരം ജോലി ആയില്ല. ഞാൻ എക്സ്റ്റെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഫസ്റ്റ് എന്നോട് ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിന്ന സമയത്ത് അവർ ഞങ്ങളോട് പറഞ്ഞു എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുമെന്ന് ചോദിച്ചു. അതോ നിങ്ങൾ നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാന്ന്. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നിന്നും പൈസ ഒന്നും തന്നില്ല. അപ്പൊ ഒരു വിഷമായി, ശരി ഇറങ്ങിയേക്കാം എന്ന് കരുതി. പിന്നെ ഒരു ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേക്കും സന്തോഷമായിട്ട് സാലറി തന്നു. സന്തോഷമായി ഡിസംബർ അങ്ങനെ അടിച്ചു പൊളിച്ചു. ഇപ്പം ഇനി ഈ മന്ത് തരുമെന്ന് അറിയാൻ മേല. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് ശാസ്തമംഗലം ശ്രീ രാമകൃഷ്ണ ഹോസ്പിറ്റലിലാണ്. എന്റെ ജോബ് എന്ന് പറയുന്നത് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. സോ എല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാണ്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.